പ്രായം കഴിഞ്ഞ ഞാനും വന്നത്. ഇനി ഞാനൊരു സത്യം പറയാം. ഞാനേ ഇതേ സ്കൂളിൽ ഇതേ ക്ലാസ്സിൽ ഇതേ ബെഞ്ചിലിരുന്ന് പഠിച്ച കുട്ടിയായിരുന്നു. എന്റെ കഠിനാധ്വാനം കൊണ്ട് പഠിച്ച് ഇതേ സ്കൂളിൽ തന്നെ ജോലി വാങ്ങിയെടുത്ത ആളാ ഞാൻ. ചില്ലറക്കാരിയൊന്നും അല്ല. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? ഈ സ്കൂളിൽ പഠിച്ചാൽ വേറൊരു സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് മനസ്സിലായി. ഇനി മോൻ ചിത്രം കാണിക്കൂ. ഇതെന്താ? പശു പുല്ല് തിന്നുന്ന പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇതില് വെറും പുല്ല് മാത്രല്ലേ ഉള്ളൂ. അത് ഉടമസ്ഥൻ വന്ന് പശുവിനെ അഴിച്ചുകൊണ്ട് പോയില്ലേ. ചുമ്മാ വിശ്രമിക്കുന്നതിന് വേണ്ടി ടീച്ചറെ ഒരു നിമിഷത്തെ. വെറും ജോലി മാത്രമായിട്ട് എടുക്കരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും ക്ലാസ് തുടങ്ങുന്ന ദിവസം തന്നെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നാളെ മുതൽ ബോറടിപ്പിക്കാനാ ടീച്ചറുടെ തീരുമാനം. ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ടിൻറ്റുമോൻ, മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയൂ. മുട്ട. അത് പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. മുട്ടയിട്ടിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. ആരുടെ ഫോണാ അടിഞ്ഞത്? പള്ളിയിൽ നിശബ്ദത പാലിക്കണമെന്ന് അറിയില്ലേ? ടിൻറ്റുമോന്റെ ഫോണാണച്ചോ അടിഞ്ഞത്. ടിൻഡു, നീ ഇങ്ങോട്ട് വരൂ. ഇന്ന് ടിൻഡുവിന്റെ കാര്യം മോനെ ടിൻഡു, ആ പാട്ടൊന്ന് ഇതിലേക്ക് കേറ്റിത്താ.